പിതൃക്കളുടെ മോക്ഷത്തിനായി ഇന്ന് ബലിതർപ്പിക്കുക, അതിനുവേണ്ടി തെരഞ്ഞെടുക്കുന്ന സ്ഥലവും അത് വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരത്തിൽ ആലുവ മണപ്പുറം വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട, അവർക്ക് വിശ്വാസമുള്ള ഒരു കേന്ദ്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിശ്വാസികളാണ് ഇന്നത്തെ ഈ ഒരു ദിവസം അവിടേക്ക് എത്തുന്നത്. അതിനപ്പുറം ഡാനി നേരത്തെ സൂചിപ്പിച്ചു, ഈ പ്രതികൂലമായ സാഹചര്യത്തെയൊക്കെ, കാലാവസ്ഥാ സാഹചര്യത്തെയൊക്കെ മറികടന്നുകൊണ്ടാണ് അവിടേക്ക് വിശ്വാസികൾ ഇങ്ങനെ ഒഴുകി എത്തിയിരിക്കുന്നത് എന്നുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സാധാരണയുള്ള ഈ മാസ ബലി ദിവസങ്ങളിൽ പോലും ഈ മഴ കാരണം അവിടേക്ക് ഈ വെള്ളം കയറി ക്ഷേത്രം പോലും പകുതി മുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലും ഭക്തജനങ്ങൾ അവിടേക്ക് എത്തുകയും ഈ ബലിതർപ്പണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രത്തോളം വിശ്വാസം ആണ് വിശ്വാസികളെ സംബന്ധിച്ച് ആലുവ ശിവക്ഷേത്രത്തിൽ എത്തി, പെരിയാറിന്റെ തീരത്തെത്തി ഈ ബലിതർപ്പണം നടത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നത്. പുലർച്ചെ 2:30 ആരംഭിച്ച ചടങ്ങുകളാണ്. പ്രതീക്ഷിച്ച സമയത്തിനപ്പുറം പലപ്പോഴും ഈ ചടങ്ങ് നീണ്ടു പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആലുവ മണപ്പുറത്ത്. സമാനമായ സാഹചര്യമാണോ ഇന്നും ഡാനി അവിടെ? അങ്ങനെ തന്നെയാണ്, സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. കാരണം വലിയ രീതിയിലേക്ക് തിരക്ക് അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ച് ഈ രാവിലേക്ക് എത്തുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല ശക്തമായ ഒരു മഴയും സാഹചര്യങ്ങളും എല്ലാം തന്നെ നിലനിൽക്കുന്നത് കൊണ്ടാണ് സ്വാഭാവികമായും ആ രീതിയിലേക്ക് ഒരുപക്ഷെ പുറത്തേക്ക് എത്താനായിട്ട് അല്പം മഴ ശമിക്കാൻ വേണ്ടിയെല്ലാം തന്നെ കാത്തിരിക്കുന്ന ഒരു പ്രകൃതം എല്ലാവരിലും തന്നെയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ഒന്ന് മടിയുന്നവർ വീണ്ടും വൈകിയേക്കാം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉച്ചവരെയും തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞത്. അദ്ദേഹം വൈകാനുള്ളൊരു സാഹചര്യവും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. നിലവിൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് അത്തരമൊരു ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നത്. അതിൽ ആവശ്യം വേണ്ട മുന്നൊരുക്കങ്ങൾ കാര്യങ്ങളും എല്ലാം തന്നെ ഇവർ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഇതിലുള്ള ഒരു വിഷയം ശക്തമായ രീതിയിലുള്ളൊരു മഴ നിൽക്കുന്ന സാഹചര്യം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായത്, ന്യൂനമർദ്ദം മൂലം. അപ്പോൾ ഒരുക്കിയ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ വെള്ളം മുങ്ങിപ്പോകുന്നൊരവസ്ഥയിലേക്കെല്ലാം തന്നെ ശക്തമായ മഴ തുടർന്നു. പെരിയാറിലെ ജലനിരപ്പ് ശാന്തമാണെങ്കിലും പക്ഷേ നല്ല ഒഴുക്കുള്ളൊരു സാഹചര്യമാണ്. ഇതിൽ ഉള്ള മഴ നിലനിൽക്കുന്നത് മൂലം ഇവിടെ പ്രദേശത്തെ ചെളി നിറയുന്നൊരവസ്ഥയും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അത് ഇവിടെ എത്തുന്നവർക്ക് ഒരു സ്വാഭാവികമായും സൃഷ്ടിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമുണ്ട് കടന്നു പോകുന്നതിന്. പക്ഷെ അതിനെ ആർക്കും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം വളരെ ശക്തമായ മഴ തുടരുന്നൊരു സാഹചര്യം, സാധ്യമായ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. പക്ഷേ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിൽ കൂടിയും അതെല്ലാം തന്നെ ഈ ദിവസത്തിന്റെ ഒരു പവിത്രത, ഈ ദിവസത്തിന്റെ ഒരു ധന്യത, അതെല്ലാം തന്നെ ഇതിന്റെ ഒരു പ്രത്യേകതകൾ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇതിൽ ഇപ്പോൾ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇത്തരം പൂജാ കർമ്മങ്ങളടക്കം ഓരോ ഭാഗത്തും തന്നെ നടക്കുകയാണ്. അത്തരം ഇവിടേക്ക് എത്തുന്ന വിശ്വാസികൾ എല്ലാവർക്കും തന്നെയും ക്രമീകരണങ്ങളുണ്ട്. അത്തരം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ചില ഈ മഴയും കാര്യങ്ങളും മൂലമുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് അവഗണിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് അത് ഈ ചടങ്ങുകൾ പൂർത്തീകരിച്ചുകൊണ്ട് കടന്നു പോകുന്നു എന്നതാണ്. നമുക്കൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഭാഗത്തുണ്ട്. അദ്ദേഹം നമ്മളോട് ഈ ഒരു ക്രമീകരണങ്ങളും കാര്യങ്ങളും അടക്കം അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുന്നു. ഇതിൽ വലിയ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തി. പ്രത്യേകിച്ച് ഒരു മഴയുടെ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നു. വലിയ മഴയാണ് എല്ലായിടത്തും. കേരളത്തിൽ അങ്ങോളം മഴയാണ്. മഴയുടേതായ ചില പ്രശ്നങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും സുരക്ഷിതമാണ്. ഇവിടെ പോലീസായാലും പിന്നെ ഫയർഫോഴ്സ് ആയാലും എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ മഴയുടെ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെതായ പരിമിതിയിൽ ജനം സഹകരിച്ചുകൊണ്ട് തന്നെ, എല്ലാ ഭക്തജനങ്ങളും സഹകരിച്ചുകൊണ്ട് തന്നെ ബലിതർപ്പണം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തിരുവല്ല മുതൽ ആലുവ മണപ്പുറം വരെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ബലിയിടാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ പുലർച്ചെ 2:30 മുതൽ ആരംഭിച്ച പ്രക്രിയയാണ്, ബലിതർപ്പണ ചടങ്ങാണ്. അത് ഏതാണ്ടൊരു ഉച്ച കഴിയുന്നവരെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പരമാവധി സഹായം സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും നേതൃത്വത്തിൽ പരമാവധി സൗകര്യങ്ങൾ ഒരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മഴ എന്ന് പറയുന്നൊരു കാര്യം നമുക്കൊന്നും പ്രവചനാതീതമായ കാര്യമാണ്.
പ്രതികൂല സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും സഹകരിച്ചുകൊണ്ടാണ് ബലിത്തറകൾ ഇവിടെ ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ 1000-1500 പേർക്ക് തന്നെ ബലിതർപ്പണം നടത്തുവാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ ആലുവ മണപ്പുറത്തെ കുറിച്ച് അറിയാമല്ലോ. ആലുവ മണപ്പുറവും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് റോഡിലാണ് സത്യത്തിൽ ഇവിടെ ഭഗവാൻ മുഴുവൻ വെള്ളത്തിലായി. ഇവിടെ മുഴുവൻ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന കാഴ്ചയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം റോഡിലാണ് നമുക്ക് ബലിയിടാൻ സാധിച്ചത്. പക്ഷേ ഇപ്രാവശ്യം ഇവിടെ തന്നെ ബലിയിടാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും മഴയാണ്, നോക്കി മുന്നോട്ട് പോകാം. ഞാനിപ്പോൾ ഇവിടെ ആലുവ മണപ്പുറത്ത് തന്നെയാണ് ഞാനും ബലിയിടാൻ നിൽക്കുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഈ മഴ ശക്തമായി തുടരുന്നതിന് ആവശ്യമായ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നടത്തിയിരുന്നു. പക്ഷേ ഈ വീതം ശക്തമായി മഴ തുടരുമ്പോൾ അനുഭവപ്പെടുന്ന സ്വാഭാവികമായ കാര്യങ്ങൾ, കാരണം ഇതിന്റെ ഈ പെരിയാറിന്റെ തീരത്ത് ചെളി നിറയുകയും അടിയുകയും ചെയ്യുന്നത് കൊണ്ടുള്ള വിഷയങ്ങളാണ്. പക്ഷേ അത് വരുന്ന ആരും തന്നെ അങ്ങനെ ഒരു കാര്യമായ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളിലേക്ക് വരുന്നില്ല. കാരണം സ്വാഭാവികമായി മനസ്സിലാക്കുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എന്തായാലും ഈ ദിവസം അത് വളരെ പ്രധാനപ്പെട്ടതും പവിത്രതയും ധന്യതയുമാർന്ന ദിവസങ്ങളാണ്. പിതൃമോക്ഷ ചടങ്ങുകൾക്ക് വേണ്ടി ഈ ദിവസം അർപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയും അതിൻ്റെ ഒരു പൂർണ്ണത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നു. എല്ലാവരും തന്നെ വലിയ രീതിയിലൊരു തിരക്കിലേക്ക് നിലവിൽ ആലുവ മാറിയിട്ടുണ്ട്. കാരണം ഇന്നലെയെല്ലാം തന്നെ അർദ്ധരാത്രി മുതൽ തുടങ്ങുന്ന വലിയ മഴയും കാര്യങ്ങളും എല്ലാമായിരുന്നു. ഇപ്പോൾ രാവിലെയും അത് തന്നെ തുടർന്നു. ഈ സമയത്തേക്ക് എത്തുമ്പോൾ കുറച്ച് ശമനമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ തിരക്കിലേക്ക് തന്നെ മാറാനുള്ളൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ആലുവ നിന്ന് വരുന്നവർക്ക് 2 വഴി ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയും. ഒന്ന് നേരെ മണപ്പുറത്തേക്ക് വരുന്ന ആൾത്തറ വഴിയും അതോടൊപ്പം തന്നെ നമുക്ക് തൊട്ട് പിറകിലുള്ള മേൽപ്പാലം വഴി, മേൽപ്പാലം എന്ന് പറയുന്നത് ആലുവ പുഴയ്ക്ക് കുറുകെ മഹാദേവ ക്ഷേത്രത്തിലേക്ക് നേരിട്ട് കടന്നു ചെല്ലാവുന്ന വഴിയാണ്. അതുവഴിയും എല്ലാം തന്നെ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കിൽ തന്നെയാണ് ഈ മഹാദേവ ക്ഷേത്ര പരിസരവുമെല്ലാം. തൊട്ടപ്പുറത്ത് അദ്വൈതാശ്രമത്തിൻ്റെ കൽപ്പടവുകളിലും ബലിതർപ്പണത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെയും തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിലും ഇത് തന്നെയാണ്. തർപ്പണ ചടങ്ങുകൾ നടക്കുന്ന ക്ഷേത്രങ്ങളിലും തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ആര്യ, വലിയ തിരക്കാണ് എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും അനുഭവപ്പെടുന്നത്. ആലുവ മണപ്പുറത്ത് നിന്ന് ഡാനി പോളാണ് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലുവ മണപ്പുറം എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് അറിയാവുന്നതായിരിക്കും. സ്വാഭാവികമായും വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട, അവർക്ക് അത്രത്തോളം വിശ്വാസമുള്ള കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവിടേക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം എത്തും. അത്തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരേ സമയം 1200ഓളം വിശ്വാസികൾക്ക് പിതൃതർപ്പണ ചടങ്ങുകൾ നടത്താനുള്ള ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ തന്നെ നമ്മൾ അവിടെ കണ്ടു. അദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹവും അവിടെയാണ് പിതൃതർപ്പണ ചടങ്ങുകൾക്കായി എത്തിയത്. അപ്പോൾ ചെറിയ മഴയൊക്കെ ആലുവ മണപ്പുറത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ വകവയ്ക്കാതെ അവിടേക്ക് ഭക്തജനങ്ങൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വിശ്വാസികൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പിതൃതർപ്പണ ചടങ്ങുകൾ അവിടെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ